ഇതങ്ങോട്ട് പിടിക്കു സാറേ. ഒരല്പ സന്തോഷം ഇരട്ടിക്കും. എന്റെ സന്തോഷത്തിന് അതിരുകളില്ലടോ. അവളെ ഇതൊന്ന് സമ്മതിപ്പിക്കാൻ ഞാൻ എത്ര പാടുപെട്ടെന്നറിയോ? മണ്ണും പെണ്ണും പണവും തലേ കയറിയ പിന്നെ അതൊരു ഭ്രാന്താ സാറേ. തലച്ചോറിൽ ലഹരിയായി പടർന്നു കയറുന്ന സ്നേഹം, അതൊരു ഉന്മാദമായി നമ്മളെ ഇങ്ങനെ ചൂഴ്ന്നു നിൽക്കും. മണ്ണും പണവും ഒരിക്കലും എന്നെ ഭ്രമിപ്പിച്ചിട്ടില്ല. പക്ഷെ ഇവളെന്നെ ചുറ്റി നിൽക്കുന്ന ഭ്രാന്ത. അവക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. സാർ ഗ്ലാസ്. സാറേ, അപ്പോ ഡിവോഴ്സ് ഉടനെ കിട്ടുമോ സാറേ? എന്നാലല്ലേ കല്യാണം നടക്കൂ. എല്ലാം നടക്കും. നടന്നല്ലേ പറ്റൂ. സാറേ, ആ പെണ്ണ് സമ്മതിച്ചെന്ന് കരുതി DK സമ്മതിക്കുന്ന സാർ തോന്നുന്നുണ്ടോ? DKയുടെ കാര്യം അവൾ ഏറ്റിട്ടുണ്ട്. ഇതൊരു കുരുക്കാണോ സാറേ? കുരുക്കോ? ഒരിക്കലും അല്ല. ഇത് എന്നോട് സ്നേഹം കൂടിയിട്ട് അവൾ സമ്മതിച്ചൊന്നുമല്ല. എന്റെ ശല്യം സഹിക്ക വയ്യാതെ തന്നെ ചെയ്തതാ. അവളുടെ ഉള്ളില് എന്നെ ശപിച്ചുകൊണ്ടാ അവൾ ഇതിന് സമ്മതിച്ചതെന്നും എനിക്കറിയാം. പക്ഷെ ആ ശാപവാക്കുകൾ മുഴുവൻ ഞാൻ സ്നേഹമാക്കി മാറ്റും. സ്നേഹിച്ച് സ്നേഹിച്ച് ഞാൻ അവളെ എന്റേതാക്കി മാറ്റും. സാറ് വിചാരിക്കുന്ന പോലെ നടന്നാ ഭാഗ്യം. നടക്കും. അവളെ കൊണ്ട് നടത്തിക്കാനുള്ള വഴിയൊക്കെ എനിക്കറിയാം. ആദ്യം അവളെ എന്റെ ലൈഫിലോട്ട് ഞാൻ നിലവിളക്ക് കൊടുത്തുനിന്ന് കയറ്റട്ടെ. അത് കഴിഞ്ഞ് നടക്കേണ്ടതൊക്കെ നടക്കും. എന്റെ ഈശ്വരാ, എന്തൊരു കൂർക്കം വലിയത്. കരുതിക്കുട്ടിയാൾ എനിക്ക് പണി തരുവാണോ? ഹിറ്റ്ലറെ, ഹലോ ചേട്ടാ. എന്താടി വേഗക്കാരി, മനുഷ്യൻ ഉറങ്ങാനും സമ്മതിക്കില്ലേ? അതിന് നിങ്ങളൊന്നും നിർത്തിയാലല്ലേ എനിക്ക് കിടന്നുറങ്ങാൻ പറ്റൂ. എന്ത് ഈ വൃത്തികെട്ട കൂർക്കം വലി? അനാവശ്യം പറയരുത്. ഞാൻ കൂർക്കം വലിച്ചില്ല. ഈയാടാ, ആര് പറഞ്ഞു നിങ്ങള് കൂർക്കം വലിച്ചു? നിനക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ഈ മുറി കിടന്ന് ഉറങ്ങിയാ മതി. ബുദ്ധിമുട്ടാണെങ്കിൽ പുറത്തെവിടെങ്കിലും പോയി കിടന്നോ. അതെ, കോടതി പറഞ്ഞിട്ടാ ഞാനിവിടെ വന്നിരിക്കുന്നത്. എന്നാ നീ പോയി കേസ് കൊടുക്കും. കൂർക്കം വലിക്കരുതെന്ന് ഒരു കോടതിയും പറഞ്ഞിട്ടില്ല. ലൈറ്റ് അടിച്ച് കിടന്ന് ഉറങ്ങടി ബേക്കറിക്കാരി. ഹലോ മിസ്റ്റർ, നിങ്ങൾ ജനറേറ്റർ ഒന്ന് ഓഫ് ചെയ്ത് വെക്കോ? എന്തൊരു ശബ്ദമായത്? ഇത് ഞാൻ കോടതി പറയും. ക്ഷേത്ര ദർശനത്തിന് മഹാറാണി മാത്രല്ല, ഈ മഹാരാജാവും വരുന്നുണ്ട്. ഞാൻ ഒരിടത്തേക്കും വരുന്നില്ല. കോടതി പറഞ്ഞ കാര്യം മറന്നോ ഹിറ്റ്ലറെ? എന്ത്? അമ്പലത്തിൽ പോകാൻ കൂട്ടുവരണമെന്ന് കോടതി പറഞ്ഞായിരുന്നു. ഈ
6 മാസം ഞാൻ എവിടെയൊക്കെ പോയാലും അവിടെ ഒക്കെ വരണം. ഓഹോ, കോടതി അങ്ങനെ പറഞ്ഞോ? ഇതൊന്നും ഞാൻ കേട്ടില്ലല്ലോ. ആ, അല്ലെങ്കിൽ നിങ്ങൾ ആണുങ്ങളൊക്കെ എങ്ങനെയാ? ആവശ്യമുള്ള ഒന്നും കേക്കില്ലല്ലോ. ആ, അങ്ങനെയാണെങ്കിൽ ഭർത്താവിന്റെ താല്പര്യം കൂടി 6 മാസം ഭാര്യയെ നോക്കണ്ടേ? ഉം. തുല്യത രണ്ടുപേർക്കും വേണമല്ലോ. ആഹാ, ഞാൻ എപ്പോഴേ റെഡിയാ. എന്തിന്? അതിന് ഏതിന്? ഈ ഭർത്താവിന്റെ താല്പര്യങ്ങളൊക്കെ ഒന്ന് സാധിച്ചു തരാൻ. ചേട്ടാ, എന്താ ഈ ഭർത്താവിന്റെ ഇഷ്ടം? അപ്പോ ഇതൊക്കെ ഉള്ളിലുണ്ടായിരുന്നല്ലേ? നീ എന്തേ കാണിക്കുന്നേ? ഇത് നമ്മുടെ മണിയറിയല്ലേ ആര്യപുത്ര? ആര്യപുത്രനോ? നിങ്ങളല്ലേ ഇപ്പൊ പറഞ്ഞത് ഭർത്താവിന്റെ ഇഷ്ടങ്ങൾ സാധിച്ചു കൊടുക്കേണ്ടത് ഭാര്യയുടെ കടമയാന്ന്? നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? എന്റെ ദേഹത്തോടെ കൊന്നുകളെ ഞാൻ. ഈ ഭർത്താവും ഭാര്യ ആയാ പിന്നെ 2 ശരീരവും ഒരു മനസ്സും അല്ലേ ചേട്ടാ? മാറിക്കടി, തമാശ കളിക്കല്ലേ? നീ എങ്ങോട്ടൊന്ന് ഇറങ്ങി പൊടി. ആ, തുല്യത ഉറപ്പുവരുത്തണ്ടേ ചേട്ടാ? എന്നെ തൊട്ടാ നിന്റെ തലയടിച്ചാൻ പൊളിക്കും. നിക്ക്. എന്താ ചേട്ടാ ഇങ്ങനെയൊക്കെ? വാട്ട് ഈസ് ദ പ്രോബ്ലം? മോളെ, ഞാനൊരു കാര്യം ചോദിക്കാനാ വിളിച്ചത്. എന്താ കാര്യം? അല്ല, അച്ഛനോടും അമ്മയോടും ഒക്കെ നീ നിന്റെ തീരുമാനം പറഞ്ഞായിരുന്നോ? ഇല്ല, അതൊക്കെ സമയമാകുമ്പോ ഞാൻ പറഞ്ഞോളാം. ആ, അല്ല, DKയും നിന്റെ ചേച്ചിയോട് എതിർത്താലോ? ആരും എതിർക്കില്ല. അതിനുള്ള വഴിയൊക്കെ ഞാൻ നോക്കിക്കോളാം. ഓഹോ, നിന്നെ ഞാൻ സമ്മതിച്ചു മോളെ. നീ ഒരു പൊട്ടിപ്പെണ്ണാണ് ഞാൻ വിചാരിച്ച. ഇപ്പൊ ഓരോ ദിവസവും നീ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുക. എനിക്കൊരു അത്ഭുതവും ഇല്ല. നിങ്ങളിനി ഒരുപാട് അത്ഭുതപ്പെടാനിരിക്കുന്നതേ ഉള്ളൂ. എന്നാ പിന്നെ ശരി, ഞാൻ വെക്കട്ടെ. അവന്റെ ഒരു അത്ഭുതം ഇങ്ങ് വരട്ടെ, കാണിച്ചു കൊടുക്കാൻ ഞാൻ. എന്റെ രാജീവേട്ടന്റെ ജീവൻ എടുത്തതിന് ഇഞ്ചിഞ്ചായി ഞാൻ പകരം ചോദിച്ചിരിക്കും. ഇതൊരു നേർച്ചയാ. പറഞ്ഞ പോലെ ചെയ്താ മതി. ചെയ്യട കണ്ണ. ആ, ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ദേവി നാരായണീ നമോസ്തുതേ. ദേവി, ഇവിടെ നിർത്താനുള്ള പ്ലാൻ ഇല്ലേ? ഇവിടെ എന്താ മനസ്സിൽ കണ്ടുവച്ചിരിക്കുന്നേ? കാലൊന്ന് മാറ്റിപ്പിടിച്ചാലോ? അയ്യോ, നശിപ്പിച്ചു. ഇനി ഇതിന്റെ ബലം കിട്ടില്ല. ഇതിന് പരിഹാരം ചെയ്യണം. എന്ത് പരിഹാരം? കൈവെള്ളയിൽ കർപ്പൂരം കത്തിച്ചു വെച്ച് ദേവിയോട് മാപ്പ് പറയണം. കളി കർപ്പൂരം കത്തിച്ചു വെക്കാനോ? ആ, മോളെ, 6 മാസം അവർ ഒന്നുകൂടി ഒരുമിച്ച് ജീവിക്കാനല്ലേ കോടതി പറഞ്ഞത്? ആ. എന്റെ ഊഹം ശരിയാണെങ്കിൽ അതിനിടയിൽ വല്ലതൊക്കെ സംഭവിക്കും. എന്ത് സംഭവിക്കുന്ന? വഴക്കൊക്കെ മറന്ന് അവര് തമ്മിൽ ഒന്നിക്കുമെന്ന്. അതെന്താ അങ്ങനെ തോന്നാൻ? അവള് നിങ്ങളോട് അങ്ങനെ വല്ലതും വിളിച്ചു പറഞ്ഞോ?
ഇല്ലില്ല, അവള് വിളിച്ചില്ല. പക്ഷെ പത്മാവതി അമ്മ വിളിച്ചു. അമ്മ എന്തിനാ വിളിച്ചേ? അതൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങളുടെ മരുമോന് ജ്യോതിയോട് സ്നേഹം തോന്നി തുടങ്ങിയല്ലേ? അങ്ങനെ പറയാൻ പറ്റത്തില്ല. അതൊക്കെ പഴയതുപോലെ തന്നെ. പക്ഷേ മാറ്റങ്ങൾക്കുള്ള ചില സൂചനകൾ ഞാൻ കാണുന്നുണ്ട്. അച്ഛൻ ഒരുമാതിരി പത്രക്കാരുടെ ഭാഷയിൽ സംസാരിക്കാതെ മനുഷ്യന് മനസ്സിലാവുന്ന രീതിയിൽ പറ. എന്താ ഇപ്പൊ ഉണ്ടായത്? അതെ, സന്തോഷം വരുമ്പോ ഇങ്ങനെയാ മോളെ. ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാൻ പറ്റൂ. അയ്യോ എന്റെ അച്ഛാ, അതിനിപ്പോ എന്താ ഇത്ര സന്തോഷിക്കാൻ സംഭവിച്ചേ? മോളെ, ജ്യോതി മോളെയും ഭർത്താവിനെയും കൊണ്ട് പത്മാവതി അമ്മ മൂകാംബികയ്ക്ക് പോകുന്നെന്ന്. മൂകാംബികയിലോ? ആ, ജ്യോതി ആശുപത്രി കിടന്നപ്പോ പത്മാവതി അമ്മ നേർന്നതാത്രേ. അവരെ രണ്ടുപേരെയും മൂകാംബിയെ കൊണ്ടുപോയി ദേവിയെ തൊഴിയിച്ചോളാമെന്ന്. അതിനിപ്പോ എന്താ ഇത്രയും പ്രത്യേകത? അമ്മ അവരെയും കൊണ്ട് അമ്പലത്തിൽ പോകുന്നു, അതിനപ്പുറം എന്താ ഇത്ര സന്തോഷിക്കാൻ? നിനക്ക് മൂകാംബിക ദേവിയെ കുറിച്ച് എന്തറിയാം? ആദിപരാശക്തിയാ. മൂകാംബിക സന്നിധിയിൽ ചെയ്യുന്ന പ്രാർത്ഥനകളൊന്നും സഫലമാകാതെ പോവില്ല. ഉള്ളതാണോ സുധേട്ടാ? അപ്പോ അവര് തമ്മിൽ ഒന്നിക്കുമല്ലേ? ഒന്നിക്കും, ഒന്നിക്കണം, ഒന്നിച്ചല്ലേ പറ്റൂ. ആ മോളെ, നിനക്കറിയോ, നമ്മൾ ആഗ്രഹിക്കുമ്പോ നമുക്ക് അവിടെ പോകാൻ പറ്റില്ല. ദേവി വിളിക്കുമ്പോ മാത്രമേ നമുക്കവിടെ ചെല്ലാൻ പറ്റൂ. അതാ അമ്മയ്ക്കിഷ്ടം. എന്ന് പറഞ്ഞാ ദേവി ഇപ്പോ അവരെ കാണാൻ ആഗ്രഹിച്ചു. അതുകൊണ്ടാ പത്മാവതി അമ്മ ഇപ്പോ അവരെയും കൊണ്ട് മൂകാംബിയെ പോകുന്നത്. എന്താ അതിന്റെ അർത്ഥം? എന്തർത്ഥം? എടി, മൂകാംബിക ദേവി അവരെ അനുഗ്രഹിക്കുമെന്ന്, അവരൊന്നിക്കുമെന്ന്. ശരി, സമ്മതിച്ചു. ഈ കല്യാണത്തിന് ഞാൻ വരും. നിങ്ങളുടെ മകളുടെ കല്യാണം നടത്തി തന്ന് മഹാനാകാൻ വേണ്ടിയൊന്നുമല്ല. എന്റെ അനിയൻ കാരണം നിങ്ങളുടെ മകളുടെ ജീവിതം നശിച്ചെന്ന് നാളെ നിങ്ങൾ പറയാൻ ഇടവരരുത്. അതെനിക്കിഷ്ടമല്ല. അതിനുവേണ്ടി മാത്രം ഞാൻ വരും. എനിക്ക് തന്ന വാക്ക് എന്റെ അനിയൻ തെറ്റിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. SK വേണോന്ന് നിങ്ങളുടെ മകൾ ഇനി എത്ര ആഗ്രഹിച്ചാലും അവളെ അവന് വേണ്ട, ഈ കുടുംബത്തിനും വേണ്ട. മകളുടെ ജീവിതത്തിൽ നിങ്ങൾ അവൾക്ക് നഷ്ടപ്പെടുത്തിയത് എന്തായിരുന്നു എന്ന് തിരിച്ചറിയുന്ന ദിവസം നിങ്ങൾ കരയും, പൊട്ടിക്കരയും. അമരാവതിയുടെ പഠിക്കൽ പോലും വരാനുള്ള യോഗ്യത നിങ്ങളുടെ മകൾക്കില്ല. DK കല്യാണത്തിന് വരാമെന്ന് സമ്മതിച്ചില്ലേ? ഇനി സ്ഥലം കാലിയാക്കിക്കോ, ഇറങ്ങി പോകാൻ. മായ പറഞ്ഞത് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളോട് പറയാനുള്ളൂ. DK വരും, ആ വാക്ക് മാറില്ല. പിന്നെ ഒരു കാര്യം കൂടി ഓർത്തോ, എന്റെ അനിയന് നിങ്ങളുടെ മകളെ വേണമെന്ന് അവൻ എന്നോടൊരു വാക്ക് പറഞ്ഞ പിന്നെ ഏത് കൊമ്പത്തെ എമ്പി കെട്ടാണ്ടിരിക്കുന്ന പെണ്ണായാലും എന്റെ അനിയന് ഞാൻ അവളെ കല്യാണം കഴിപ്പിച്ച് കൊടുത്തിരിക്കും. പക്ഷേ അവൻ ഇനി അവളെ ആവശ്യമില്ലെന്ന് എന്നേ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ ഈ കല്യാണത്തിന് വരും, കല്യാണം നടത്തും. ഇതെന്റെ ഉറപ്പുള്ള വാക്കാ. പോകാം. അവരെ എന്തിനാ വീട്ടിൽ കയറ്റിയ? ശിവാം, അവരേട്ടനെ കല്യാണം ക്ഷണിക്കാൻ വന്നതാ. അതിന് ഏട്ടനും അവരും തമ്മിൽ എന്ത് ബന്ധം? അതിപ്പോ നീ അവിടെ ചെന്ന് കല്യാണം മുടക്കുമെന്ന് അവർക്ക് ഭയം. കല്യാണം മുടങ്ങാതിരിക്കാൻ DK തന്നെ അവിടെ ചെന്ന് നിന്ന് അത് നടത്തി കൊടുക്കണമെന്ന് അവർക്ക് ഒരേ വാശി. എന്നിട്ട് ഏട്ടൻ സമ്മതിച്ചോ? സമ്മതിച്ചു. ഏട്ടന് നീ കൊടുത്ത വാക്ക് പാലിക്കാൻ അദ്ദേഹം തന്നെ നേരിട്ട് നിന്ന് ആ കല്യാണം നടത്തി കൊടുക്കും. ഏട്ടനാരാ?
അവരുടെ കാര്യസ്ഥനാണോ ഈ കല്യാണം നടത്തി കൊടുക്കാൻ? കാര്യസ്ഥനാണോ കുടുംബസ്ഥനാണോ എന്നൊക്കെ കല്യാണം കഴിയുമ്പോ മനസ്സിലാവും. ആ, ഒരർത്ഥത്തിൽ ഏട്ടന കല്യാണത്തിന് പോകുന്നത് നല്ലതാ. മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് കല്യാണം മുടങ്ങിയ അത് എന്റെ തെറ്റുകൊണ്ടാണെന്ന് പറയില്ലല്ലോ. ആ പെൺകുട്ടിയില്ലേ ശിവ, നിന്റെ പഴയ കാമുകി അമല, അവളെ അവർക്ക് വിശ്വാസമില്ല പോലും. അവള് വിളിച്ചാ നീ ചെന്ന് അവളെ കൂട്ടിക്കൊണ്ടുവരുമോന്ന് അവർക്ക് പേടി. ഇപ്പോഴും അവള് നിന്നെ സ്നേഹിക്കുന്നുണ്ട് പോലും. ശരിയാണോ? എനിക്കറിയില്ല, ഞാൻ ആരെയും സ്നേഹിക്കുന്നില്ല. അവളുടെ കല്യാണം മുടക്കാൻ ഞാൻ പോണതുമില്ല. അമലയ്ക്ക് നിന്റെ കൂടെ ജീവിക്കണമെന്നാണ് ആഗ്രഹമെങ്കിലോ? അത് നടക്കില്ല. എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമില്ല. ഏട്ടന് കൊടുത്ത വാക്ക് ഞാൻ പാലിക്കും. ഏട്ടനോട് പോയി ആ കല്യാണം നടത്തി കൊടുക്കാൻ പറയും. ഞാൻ ആ പരിസരത്തേക്ക് വരില്ല. ഞാൻ അതൊക്കെ എന്നേ ഉപേക്ഷിച്ചു കഴിഞ്ഞു. ശരി, വാക്ക് പാലിക്കണം. അതിപ്പോ ഏട്ടന് കൊടുത്തതായാലും പഴയ കാമുകിക്ക് കൊടുത്തതായാലും. അപ്പൊ ശരി. ചെല്ലാന്ന് ഡിക്ക് എന്തിനാ സമ്മതിച്ചത്? എട്ടും പൊട്ടും തിരിയാത്ത കൊച്ചുകുട്ടിയൊന്നല്ലല്ലോ. നല്ല വിവേകവും പക്വതയുള്ള ആളല്ലേ. ഡിക്ക് തന്നെ തീരുമാനിക്കട്ടെ. എന്താ ചിത്രയുടെ അഭിപ്രായം? ഇതിനകത്ത് എന്റെ അഭിപ്രായത്തിന് എന്താ കാര്യം? ഡിക്കയും ഹിരൺമയും തമ്മിലുള്ള ഈ കളിയില് എന്ത് സംഭവിക്കുമെന്ന് ആർക്കറിയാം? എന്തായാലും ഡിക്ക് അഭിമാനം വിട്ട് ഒരു കളിക്ക് മുതിരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. SK അവരോട് ഒരു ശല്യത്തിനും ചെല്ലില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞതല്ലേ. പിന്നെന്തിനാ ഡിക്ക് ആ കാഴ്ച കാണാൻ പോകുന്നത്? ആ സ്ത്രീ ആട്ടി ഓടിക്കണമായിരുന്നു. നമ്മളോട് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ അവരെ പിടിച്ച് ഗേറ്റിന് പുറത്താക്കിയേനെ. നാണം കെട്ട വർഗം. ആ സ്ത്രീ ആകെ പേടിച്ചിട്ടുണ്ടെന്നാ എനിക്ക് തോന്നുന്നു. അവരുടെ പേടി മാറ്റാനുള്ള ആളാണോ ഡിക്കെ? നമുക്ക് ചെന്ന് ഡിക്കയോട് ഈ കല്യാണത്തിന് പോണ്ടാന്ന് പറഞ്ഞാലോ? എന്നിട്ട് ഡിക്കെ പോവാതിരിക്കോ? ഉഫ്, മണ്ടത്തരം പറയാതെ മായേച്ചി. ഈ കല്യാണം ഒരു കുഴപ്പം കൂടാതെ നടക്കേണ്ടത് ഡിക്കയുടെ കൂടി അഭിമാനത്തിന്റെ പ്രശ്നം. പറഞ്ഞ വാക്ക് തെറ്റിക്കുന്ന ആളല്ല ഡിക്ക്. പ്രേമം തലയ്ക്ക് പിടിച്ച പിന്നെ എന്താ സംഭവിക്കുന്നെന്ന് ആർക്കും പ്രവചിക്കാൻ പറ്റില്ലല്ലോ. SK ഒരു ശല്യത്തിനും ചെല്ലില്ലെന്നൊക്കെ പറഞ്ഞു. പക്ഷെ സമയത്തിന് മണ്ഡപത്തിൽ ചെന്ന് SK ആ കല്യാണം മുടക്കിയാലോ? ഏയ്, അതൊരിക്കലും സംഭവിക്കില്ല. ഡിക്കെ കൊടുത്ത വാക്ക് SK ഒരിക്കലും തെറ്റിക്കില്ല. എന്തായാലും ആ സ്ത്രീ അതിബുദ്ധി കാണിച്ച് ഡിക്കെ കുരുക്കിലാക്കിയിരിക്കുക. ഇനിയിപ്പോ പറഞ്ഞ വാക്ക് പാലിച്ചല്ലേ പറ്റൂ. അതുകൊണ്ട് ഡിക്കെ പോകും. അമരാവതിക്ക് സംഭവിക്കാവുന്ന ഏറ്റവും വലിയ നാണക്കേടായിട്ട് അത് മാറുകയും ചെയ്യും. എനിക്ക് തോന്നുന്നത് ആ പെണ്ണും SKയും തമ്മില് ഇപ്പോഴും സ്നേഹം കാണുമെന്ന്. അത് സത്യമല്ലേ? ആ പെണ്ണിന്റെ മനസ്സിൽ SKയോട് സ്നേഹമുണ്ടെന്ന് ആ സ്ത്രീ തന്നെ സമ്മതിച്ചതല്ലേ? ആർക്കറിയാം അത് സത്യമാണോന്ന്? ഇനി ആ സിനിമാ നടിയും കൂടി അറിഞ്ഞുകൊണ്ടാണ് ഈ പരിപാടി നടക്കുന്നതെങ്കിലോ? എന്തിന്? പ്രതികാരം. അല്ല, എന്നോടുള്ള ഒരു പ്രേമം കൊണ്ട്. അതിനേക്കാൾ നല്ലത് വല്ല വിഷവും വാങ്ങി തിന്ന് ചാവുന്നതാ. ഓഹോ, ഞാനെന്താ അത്രയ്ക്ക് ബോറാ? ആ, നോക്കി നോക്കി എന്റെ സൗന്ദര്യം നോക്കി. എന്നിട്ട് പറ, എന്നെ നോക്കിയാ പ്രേമം വരില്ലേന്ന്? ആ, അത്യാവശ്യം ഒരു പെണ്ണിന് വേണ്ട സൗന്ദര്യമുള്ള സുന്ദരി തന്നെയാ ഞാൻ. ആ, മനുഷ്യർക്ക് പ്രേമമൊക്കെ തോന്നും. പിന്നെ മൃഗങ്ങളുടെ കാര്യം അതെങ്ങനെയാന്ന് എനിക്കറിയില്ല. ഇതാണോ സൗന്ദര്യം? അപ്പോ നീ സൗന്ദര്യമുള്ള പെൺകുട്ടികളെ കണ്ടിരുന്നെങ്കിലോ? ഇതൊരുമാതിരി. എന്താ എന്താ പറഞ്ഞേ? എടി, ഒരു പെണ്ണിന് വേണ്ട അത്യാവശ്യം ഹൈറ്റ് നിനക്കുണ്ടോ? എന്റെ മുഖത്ത് നോക്കി സംസാരിക്കണമെങ്കിൽ നീ മുകളിലേക്ക് നോക്കണല്ലോ.
അതിപ്പോ നാട്ടിലെ കൊന്നത്തെങ്ങിനും കള്ളൻ മുളയ്ക്കൊക്കെ ഒരുപാട് നീളമുണ്ടല്ലോ. പക്ഷേ രണ്ടിനും വലിയ വിലയൊന്നുമില്ല. നല്ല തമാശ. അതെ, തമാശ തന്നെയാ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതെ, താഴെ നോക്കണ്ട, മുകളിലേക്ക്. എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. എന്ത് കാര്യം? നാളെ അമലദാസിന്റെ കല്യാണത്തിന് ഞാനും കൂടി വരുന്നുണ്ട്. എന്തെത്ര ആലോചിക്കാൻ? എവിടെ പോവാനും എന്നെ പോലെ ബുദ്ധിയും സൗന്ദര്യമുള്ള ഭാര്യ കൂടെയുള്ളതേ വളരെ നല്ലതാ. ശരി, സമ്മതിച്ചു. എന്തായാലും ഞാൻ നാളെ ആ കല്യാണത്തിന് പോകുന്നത് ഫുൾ ഗ്ലാമറിലായിരിക്കും. അപ്പൊ എനിക്ക് കണ്ണു തട്ടാതിരിക്കാൻ ഇതുപോലൊരു കോലം കൂടെയുള്ളത് നല്ലതാ. നീ കൂടെ വന്നു. അയ്യോ, എനിക്ക് വയ്യേ. ഞാനങ്ങ് ചിരിച്ചു. നല്ല ഊള തമാശ കേട്ടോ. ഇപ്പോഴത്തെ ന്യൂജൻ പിള്ളേർക്ക് നിങ്ങളുടെ ഈ ഓൾഡ് മാൻ തമാശകളൊന്നും പോരെ ഹിറ്റ്ലറെ. വേറെ പുതിയ ഐറ്റം വല്ലതുണ്ടെങ്കിൽ പിടിക്കേ. ഏതാ ചുമ്മാ? രണ്ടുപേരും കൂടെ ഒരു ഫിലിം ഒക്കെ കണ്ട് പുറത്തൊന്ന് ഫുഡ് കഴിച്ചിട്ട് വരാൻ പറയാം. കുറച്ചുകൂടി അടുത്തവർക്ക് ബിഹേവ് ചെയ്യാലോ. എന്തെങ്കിലും കോമഡിയൊക്കെ പറഞ്ഞ തട്ടിമുട്ടിയൊക്കെ ഇരിക്കട്ടെ. അപ്പോഴേക്കും ഒന്ന് വർക്കൗട്ട് ആയാൽ മതിയായിരുന്നു. മൈലിറ്റിൽ കണ്ട എത്രയും വേഗം നീ അവരുടെ ലവിന്റെ എഞ്ചിൻ ഒന്ന് റിപ്പയർ ചെയ്ത് ശരിയാക്കി തരണേ എന്റെ കണ്ണാ. എന്തായാലും ഒന്ന് വിളിച്ചേക്കാം. ഹലോ അമ്മേ. ആ ബേട്ടി, നിന്റെ പർച്ചേസിംഗ് ചെയ്ത ക്ലോസ് ആയോ? ഇല്ല മാം, ഞാൻ സാരി നോക്കിക്കൊണ്ടിരിക്കായിരുന്നു. നിന്റെ ഹസ്ബൻഡ് എവിടെ? എന്റെ ഹസ്ബൻഡോ? അമ്മയുടെ സണ്ണല്ലേ? ആ, സണ്ണൊക്കെ തന്നെയാ. പക്ഷേ ഇപ്പൊ നിന്റെ ഹസ്ബൻഡാ. അതിനി 6 മാസത്തെ കാലാവധിയും കൂടിയല്ലേ ഉള്ളൂ. കുന്തം മിണ്ടരുത് നീ. ഐ സ്പീക്ക്, യു അണ്ടർസ്റ്റാൻഡ്? ശരി അമ്മ പറയൂ, ഞാൻ അതുപോലെ ചെയ്യാം. ഓ മോളെ, ഗുഡ് ബേട്ടി. ആ ബേട്ടി, നീ അവനെ കൊണ്ട് ആ കടയിലെ സാരി മുഴുവൻ നോക്കണം. എന്നിട്ട് ഏറ്റവും വില കൂടിയ സാരി തന്നെ വാങ്ങണം. പിന്നെ മോളെ, അവനൊരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കണം കേട്ടോ. അമ്മ, അതിന് ഡീക്ക് എന്റെ കൂടെ ഇല്ല. ഇല്ലേ? അവനവിടെ പോയി? അത് റെസ്റ്റോറന്റിലേക്ക് അത്യാവശ്യമായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നെ ഇവിടെ ഇറക്കിയിട്ട് ആള് റെസ്റ്റോറന്റിലേക്ക് പോയിരിക്കോ? ആ ഓക്കെ മോളെ. ആ പിന്നെ ഇനി അവൻ വരുമ്പോ ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ ചെയ്യണം. അമ്മ പറയൂ. അതെ, അവിടുത്തെ പർച്ചേസിങ് കഴിഞ്ഞാൽ നീ അവനെ കൊണ്ട് ഒരു ഫിലിമിന് പോണം. പറ്റിയ പാർട്ടി അമ്മയുടെ മോൾ. നടക്കുന്ന കാര്യം വല്ലതും പറയാമേ. എന്റെ ഭാര്യയെ കൊന്നത് നിന്റെ ഭർത്താവാ. പകരം നിന്നെ ഞാൻ കൊല്ലും. എത്ര നാളായി ഇങ്ങനെ ഒരു അവസരത്തിനായി കാത്തിരിക്കണമെന്നറിയോ? ഇന്ന് നിന്റെ അവസരമാടി. എന്താടാ? നിക്കടിയോടെ നിൽക്കാൻ. അങ്ങനെ രക്ഷപ്പെടാന്ന് കരുതിയോ നീ? ഇപ്പൊ ഞാൻ ദുഃഖിക്കുന്നത് പോലെ നിന്റെ ഡീക്കയും ദുഃഖിക്കണം.
അവന്റെ കുടുംബം തകർത്ത് തരിപ്പണമാക്കും ഞാൻ. അതിനുള്ള ആദ്യത്തെ ബലിയായത്. ചാകരി നീ. എന്തൊരു മണ്ടനാടോ താൻ. കാത്തു കാത്തു നിന്ന അവസരം കൊണ്ട് തൊലച്ചു കളഞ്ഞിട്ടോ കഴുതമൂർത്തി. മനഃപൂർവ്വം സംഭവിച്ചതല്ല. പ്ലാനിങ്ങിൽ അല്പം പിഴവ് പറ്റിപ്പോയി. ആ സമയത്ത് DK തിരിച്ചു വരുമെന്ന് ആരെങ്കിലും കരുതിയോ? മതിയടോ നിന്ന് മണ്ടത്തരം വിളമ്പിയത്. DKയോട് നേരിട്ട് തീർക്കാനുള്ള ശക്തിയില്ല. അയാൾക്ക് നോവണമെങ്കിലേ അയാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് മുറിവേൽക്കണം. അതുകൊണ്ടാ അവളെ തട്ടിക്കളയാൻ പറഞ്ഞത്. ഞാനത് കണക്ക് കൂട്ടി തന്നെയാ പോയത്. അവന്റെ ഭാര്യ ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി. എന്നിട്ട് എന്തായി? അവസരം കിട്ടിയപ്പോ അത് ഉപയോഗിക്കാൻ പറ്റിയോ? യൂസ്ലെസ്. ആ സമയത്ത് DK തിരിച്ചു വരുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിച്ചോ? എന്റെ ഭാര്യയുടെ ജീവന് പകരം അവന്റെ ഭാര്യയുടെ ജീവൻ, അത് ഞാൻ ഉറപ്പിച്ചിരുന്നതാ. പക്ഷേ ഇത്തവണയും ദൈവം അവളുടെ കൂടെ തന്നെ നിന്നു. തലനാരിഴയ്ക്കാ അവൾ രക്ഷപ്പെട്ടു കളഞ്ഞത്. ഒരു കൊറിയർ ഉണ്ടായിരുന്നു. വാട്ട് കൊറിയർ? അമ്മ, ഞാൻ ഈ ലെറ്റർ തരാൻ വന്നതാ. ലെറ്ററോ? ആർക്ക്? ജ്യോതിർമയി. എങ്ങതാ? ഒരു സൈൻ ചെയ്യണമായിരുന്നു. പേന. നീയാള് കൊള്ളാലോ. എന്താ പറഞ്ഞേ? നീ ഞാൻ വിചാരിച്ച പോലെ ബുദ്ധിയില്ലാത്തവളല്ലാന്ന്. ഓ, നിങ്ങൾ എന്തിനാ എന്നെ കുറിച്ച് ആവശ്യമില്ലാത്തത് വിചാരിക്കുന്നത്? ആ സ്ത്രീക്ക് നീ എത്ര കൊടുത്തു? ഏത് സ്ത്രീക്ക്? ആ ടെക്സ്റ്റൈൽസ് വെച്ച് കണ്ട സ്ത്രീയില്ലേ, അവർക്ക്. ഞാനെന്തിനാ അവർക്ക് കാശ് കൊടുക്കുന്നത്? നിന്നെ കുറിച്ച് എന്റെ അടുത്ത് വന്ന് പുകഴ്ത്തി പറയാൻ നീ അവർക്ക് എത്ര രൂപ കൊടുത്തു എന്നാ ചോദിച്ചത്. ഓ, എനിക്കെന്താ ഭ്രാന്താ? ആ സ്ത്രീക്ക് പൈസ കൊടുത്ത് നിങ്ങളുടെ മുന്നിൽ കൊണ്ടു നിർത്തി ഇങ്ങനെയൊക്കെ പറയിക്കാൻ വേണ്ടിട്ട്? നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും വന്ന് എന്നെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞിട്ട് എന്താ കാര്യം? നല്ലത് കണ്ടാ പോലും അംഗീകരിക്കാൻ മനസ്സിലാത്ത മനുഷ്യൻ. നല്ലത് കണ്ടാൽ അഭിനന്ദിക്കാൻ എനിക്കൊരു മടിയില്ല. പിന്നെ പക്ഷേ ചെയ്യാത്ത കാര്യത്തിനെ പുകഴ്ത്തി പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതെ, എന്നെ കുറിച്ച് പുകഴ്ത്തി പറയാൻ ഞാൻ ആരെയും ഏർപ്പാടാക്കിയിരുന്നില്ല. അതൊക്കെ നിങ്ങളുടെ തോന്നല് മാത്രം. ഒന്ന് ടേസ്റ്റ് നോക്കിട്ടാ. നല്ല ടേസ്റ്റ്. എനിക്കൊന്നും വേണ്ട. വെയിലും കൊണ്ട് ക്ഷീണിച്ച് വരുമ്പോ ഒരു കുലിക്ക് സർബത്ത് കുടിച്ചാലുണ്ടല്ലോ സകല ക്ഷീണം അങ്ങ് മാറിക്കിട്ടും. അതിന് വെയിലത്തല്ലോ, കാറിൽ AC ഇട്ടല്ലേ ഇതുവരെ വന്നത്. ഈ AC ഒക്കെ എന്നാ ചേട്ടാ ഉണ്ടായത്? ഇതിനൊക്കെ മുമ്പ് ചേട്ടന് ഒരു പഴയ കാലം ഉണ്ടായിരുന്നു, അത് മറക്കണ്ട. ഇത് പൈപ്പിലെ ഫിൽറ്റർ ചെയ്യാത്ത വെള്ളമായിരിക്കും. അയ്യോ സാറേ, ഇത് പൈപ്പിലെ വെള്ളമൊന്നുമല്ല, നല്ല ഒന്നാം തരം കിണറ്റിലെ വെള്ളമാ. അപ്പുറത്താ കിണർ. സാറിന് സംശയം ഉണ്ടെങ്കിൽ കയറി നോക്കാം. കേട്ടില്ലേ? ചേട്ടൻ പറഞ്ഞത് കേട്ടില്ലേ? കുടിച്ചു നോക്കേട്ടാ. എന്തൊരു ഭാരം. എല്ലാം കൂടി വാരി വലിച്ച് സെലക്ട് ചെയ്യണ്ടെന്ന് അന്നേരം നിന്നോട് ഞാൻ പറഞ്ഞല്ലേ. കല്യാണത്തിന് പോകാൻ ഒരു ഡ്രസ്സ് ഇറക്കാനെടുത്തല്ലേ നീ ഇത്രയും വാരി കൂട്ടിയത്. അത് വല്ലപ്പോഴും ഒക്കെ കിട്ടുന്ന ചാൻസ് അല്ലേ, അതും കോടതിയുടെ കാരുണ്യത്തിൽ. അപ്പൊ പിന്നെ അത് മാക്സിമം ഉപയോഗിക്കണ്ടേ? രൂപ 1 ലക്ഷത്തിനടുത്താ നീ പൊട്ടിച്ചത്. ഓ, അത്
അത് നിങ്ങൾ എന്റെ മാസ ശമ്പളത്തിൽ നിന്ന് പിടിച്ചോ. ശമ്പളം? ആ, ശമ്പളം. ഭാര്യമാർക്കേ ഇപ്പൊ ശമ്പളം കൊടുക്കണമെന്നാ കോടതിയുടെ ഉത്തരവ്. ആ, അതും കൂടി കണക്കാക്കിയല്ലേ ഞാൻ ഇവിടെ വന്ന് താമസിച്ച് ഈ കണ്ട ജോലികളൊക്കെ ചെയ്തു തീർക്കുന്നതിന് ഒരു വലിയ തുക തന്നെ നിങ്ങൾ എനിക്ക് ശമ്പളമായിട്ട് തരേണ്ടി വരും. ഓഹോ, എത്രയാണെന്ന് പറഞ്ഞാ മതി, മണി ഓർഡർ ആയിട്ട് അയച്ചു തരാം. അയ്യോ വേണ്ടായേ, രൊക്കം കാശായിട്ട് തന്നെ ഇങ്ങോട്ട് തന്നാ മതി. ആ, എന്തായാലും നിങ്ങളിന്ന് തന്നെ പുറത്തു കൊണ്ടുപോയി ഞാൻ ആവശ്യപ്പെട്ടതൊക്കെ വാങ്ങിച്ചെന്ന ദിവസമല്ലേ. താങ്ക്സ്. താങ്ക്സ് ഒക്കെ ഇവിടെ ഇരിക്കട്ടെ. പക്ഷെ ടെക്സ്റ്റൈൽസ് വെച്ച് നടന്നത് ഇവിടെ ആരും അറിയരുത്, മനസ്സിലായോ? ഓ, ഞാനായിട്ട് ആരോടും പറയാൻ പോകുന്നില്ല. ഹിറ്റ്ലർ ആരോടും പറയാതിരുന്നാ മതി. പക്ഷെ മറ്റാരെങ്കിലും പറഞ്ഞ് ഇവിടെ ആരെങ്കിലും അത് അറിയാനിടവന്നാ നീ ഇത് ഹാൻഡിൽ ചെയ്തോളണം. അതൊക്കെ ഞാൻ ഏറ്റു. അല്ല, എവിടെ എന്റെ കത്ത്? കത്തോ? അതെ, കത്താ, കത്ത്. ദേ കത്ത്. ആർക്കാ ഇത്? എനിക്ക്. എന്തേ, എനിക്ക് കത്ത് വന്നൂടെ? ഇതൊന്ന് വായിച്ചു നോക്കേ. ഓഹോ, താങ്ക് യു സർ, താങ്ക് യു. മതി മതി. സാർ പ്രൊട്ടക്ഷന് വേണ്ടി ഏൽപ്പിച്ച എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെല്ലാം എന്നെ വന്ന് കണ്ടിരുന്നു. ഓക്കെ സർ, താങ്ക് യു. താങ്ക് യു വെരി മച്ച് സർ. ഇത് ചെറിയ കളിയല്ല സഹദേവ. കല്യാണം നടക്കുന്ന സ്ഥലത്തും റിസപ്ഷൻ നടക്കുന്ന ഹാളിലുമായി 2 ഡിവൈഎസ്പിമാരും 4 CIമാരും അടങ്ങുന്ന ഒരു പോലീസ് ടീമാ കാവലിനുള്ളത്. അഥവാ എന്തെങ്കിലും ഒരു അബദ്ധം സംഭവിച്ച ഒരു തരത്തിലും അവനോ അവളോ രക്ഷപ്പെടരുത്. ഇരി ചെവി അറിയാതെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുകയും ചെയ്യണം. അതിനുവേണ്ടിയാ ഈ പ്രൊട്ടക്ഷനൊക്കെ. ഒന്നും സംഭവിക്കില്ല മാഡം, എല്ലാം ഭംഗിയായിട്ട് നടക്കും. ആ, ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ? ആ മാഡം, മാഡം സംസാരിച്ചപ്പോൾ അമലവളെന്താ പറഞ്ഞേ? ആ, ഒരു വിധത്തിൽ അവളെ കൊണ്ട് സമ്മതിപ്പിച്ചിട്ടുണ്ട്. അവന്റെ മനസ്സിൽ പോലും അവളില്ലാന്ന് പറഞ്ഞ് ഞാൻ അവളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോഴാ അവക്കൊരു മയം വന്നത്. ആ മാഡം, വിഘ്നേശ്വരന്റെ അച്ഛനും അമ്മയ്ക്കും മാഡത്തെ രാത്രിയിലൊന്ന് കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ, നമുക്ക് അങ്ങോട്ട് പോവാം. അതിനു മുൻപ് നാളെ കല്യാണം നടക്കുന്ന സ്ഥലത്തെ ക്ഷേത്രത്തിലെ ഒരുക്കങ്ങൾ ഒന്നുകൂടി ഒന്ന് ചോദിച്ചറിയണം. മന്ത്രിമാരും സിനിമാ താരങ്ങളൊക്കെ വരുന്നതാ, തിക്കും തിരക്കൊക്കെ ഉണ്ടാവും. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട് മാഡം. മാഡം ഒന്നുകൊണ്ടും പേടിക്കണ്ട. നാളെ ഈ വിവാഹം ഒന്ന് കഴിയട്ടെ സഹദേവ. പിന്നെ ഈ ഹിരൺമയി മഹാറാണിയാ. മഹാറാണി.